സ്കോട്ടിഷ് മല്ലു ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇച്ചിരി ആശങ്കയോടെ, ഒത്തിരി സന്തോഷത്തോടെ എന്നല്ല, ഇച്ചിരി ഒരു സങ്കടത്തോടെയാണ് ഇരിക്കുന്നത്. ഇവിടെ നടക്കുന്ന UK നടക്കുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പിള്ളേര് ട്രാപ്പിൽ പെടുന്നു. ഇതെന്ന് സ്വയം പോയി ചാടുന്നതാണ്. ഇന്ന് 22-ാം തീയതി ഷെഫീൽഡില് ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കണ്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. അതായത് പിള്ളേരെ മെസ്സേജ് ചെയ്ത്, ചെറിയ പെൺകുട്ടികളെ 12-13 വയസ്സുള്ള പെൺകുട്ടികളെ മെസ്സേജ് ചെയ്ത് അവരെ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അത് മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടികളാണെന്നും പറഞ്ഞ് മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ ചൈൽഡ് പ്രൊട്ടക്ഷന്റെ ആൾക്കാരാണ്. അങ്ങനത്തെ ട്രാപ്പിൽ പോയി പെടുകയാണ്. ഹണി ട്രാപ്പ് പോലുള്ള ട്രാപ്പിൽ പോയി പെടുകയാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് HSBCയുടെ മുംബൈയിൽ നിന്ന് വന്ന ഒരു മാനേജർ പൊസിഷനിൽ ഇരിക്കുന്നത്, ഏകദേശം ഒരു 4-4.5 ലക്ഷം രൂപ നാട്ടിലെ പൈസ അന്ന് ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന ഒരാള്, പാലക്കാടുകാരനാണ്, ബോംബെയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. HSBCക്ക് വേണ്ടി ലണ്ടനിലേക്ക് വന്നതാണ്. ഒരു ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് തിരിച്ചയക്കും. അപ്പോൾ ആ ജോലി പോവും, UK ഇനി വരാൻ പറ്റില്ല, ലൈഫ് ടൈം ബാണാണ്. കൂടാതെ ഫാമിലി ഉണ്ട് നാട്ടിൽ, ഇവർക്കെല്ലാം ഫാമിലി ഉള്ളവരാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആള് 30 വയസ്സുള്ള ആളാണ്, ഫാമിലി ഉണ്ട് നാട്ടില്. ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ പെൺകുട്ടി ഒന്ന് കാണണം, ഒരു ഉമ്മ ചോദിക്കണം, അതിന് വന്നതെന്ന്. ഇത്രയ്ക്ക് ക്ഷാമമാണോ നമ്മുടെ നാട്ടിലിനൊക്കെ? ഇന്ത്യൻ സ്റ്റുഡന്റ് ഗോട്ട് അറസ്റ്റഡ് എന്നും പറഞ്ഞിട്ടാണ് ന്യൂസ് പേപ്പറിലൊക്കെ വന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ, അതിന് 2-3 ദിവസം മുമ്പ് ഒരു നോർത്ത് ഇന്ത്യൻ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇന്ത്യൻ സ്റ്റുഡന്റ് എന്നും പറഞ്ഞാണ് ന്യൂസുകളിലൊക്കെ വരുന്നത്. ഇവരുടെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഇവിടുത്തുകാരെ ഇഷ്ടംപോലെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടുത്തുകാരെ. കൂടാതെ നമ്മുടെ പിള്ളേരെ, നമ്മുടെ ഫാമിലി വരുന്ന കുട്ടികൾ, നാട്ടിൽ നിന്ന് വരാൻ ഉദ്ദേശിക്കുന്നവരും ഇവിടെ UK പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരും നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. ഞാൻ ഇതിന്റെ ലിങ്ക്, ആ വീഡിയോയുടെ ലിങ്കുകൾ ഞാൻ ഇതിന്റെ അടിയിൽ ഇടുന്നുണ്ട്, ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾ സമയം ഒരു 10 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് ഒന്ന് ചെലവഴിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് സിറ്റുവേഷൻ വന്നാല് ഇനി ചാറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളും ചിന്തിക്കണം നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച്. നാട്ടിലുള്ള നിങ്ങളെ ഇവിടെ അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടച്ചു, തിരിച്ച് നാട്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുകയാണ്. പിന്നെ ഈ രാജ്യത്ത് അവർ നിൽക്കാൻ സമ്മതിക്കില്ല. ജയിൽ ശിക്ഷ കഴിയുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചുവിടുകയാണ്. വീടും സ്ഥലവും ലോൺ വെച്ച് നിങ്ങളെ സ്റ്റുഡന്റ് വിസ എടുത്ത് UK വിട്ടത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവർ ഇവിടുന്ന് ഇൻഫോം ചെയ്യുകയും ചെയ്യും, നാട്ടിൽ ഇൻഫോം ചെയ്യുകയും ചെയ്യും. അപ്പൊ നിങ്ങളുടെ വീട്ടുകാരെ, അയൽവാസികളും ബന്ധുക്കളും ഒക്കെ കാണും. നിങ്ങളുടെ അപ്പനും അമ്മ, എൻ്റെ മോൻ ലണ്ടനിൽ പോയി രക്ഷപ്പെട്ടു, എൻ്റെ മോൻ ലണ്ടനിലാണെന്നും പറഞ്ഞ് അഭിമാനത്തോടെ നടക്കുന്ന അപ്പനെയും അമ്മേനെയും നാളെ തൊട്ട് ഇതിന് ശേഷമുള്ള ദിവസങ്ങളിൽ നാട്ടുകാരും ബന്ധുക്കളും എങ്ങനെയായിരിക്കും കാണുന്നത്, എങ്ങനെയായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നും കൂടി ഒന്ന് ചിന്തിക്കണം. അത് നമ്മൾ കാരണം, UK വന്ന മകൻ കാരണം ഇങ്ങനെ അവർക്ക് സംഭവിക്കാൻ പാടുണ്ടോ എന്നും കൂടി ചിന്തിക്കണം. ഇത് ആക്ച്വൽ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം, ഇവിടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം എന്ന് പറഞ്ഞിട്ട് ചിൽഡ്രൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറെ ആൾക്കാരുണ്ട്, കുറെ ഒരു സംഘടനയുണ്ട്. ആ സംഘടന നമുക്ക് നമ്മൾ ഈ ഓൺലൈനിൽ കയറി ചെറിയ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കുന്നവരെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ആ ട്രാക്കിങ്ങിലൂടെ നമ്മുടെ നമ്പർ കിട്ടും, അവർ നമുക്ക് നമ്പർ അയക്കും, നമുക്ക് മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ചതിന് ശേഷം നമ്മൾ റിപ്ലൈ ചെയ്യും. നമ്മൾ റിപ്ലൈ ചെയ്യുന്ന ഓരോ മെസ്സേജുകൾ അവർ റെക്കോർഡ് ചെയ്ത് വെക്കും. ഈ പിടിച്ചിരിക്കുന്ന ആളോടൊക്കെ ചോദിക്കുന്നുണ്ട്, നീ അയച്ച മെസ്സേജ് അല്ലേ ഇത്, കാണിക്കുന്നുണ്ട്. ഇത് ഒന്നും പറയാനില്ല, വന്നിട്ട് 1 മാസം ആയുള്ളൂ. അവർ പറയുന്നൊന്നും മനസ്സിലാവുന്ന പോലുമില്ല ആ പുള്ളിക്കാരന്. ഷെഫീൽഡിലുള്ള ആളാണ്. അതിനു മുമ്പ് നോർത്ത് ഇന്ത്യക്കാര് ഒരുപാട് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ കേസിൽ. ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമിന്റെ ഈ ആക്ടിവിറ്റീസിൽ ഇന്ത്യക്കാർ ഒത്തിരി പേര് ട്രാപ്പിൽ പെടുന്നുണ്ട്. നിങ്ങൾ ആരും ദയവ് ചെയ്ത് പെടരുത് എന്ന് മാത്രം പറയാൻ വേണ്ടി വന്നാണ്. ഇവിടെ ഒത്തിരി സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമാണ്. ഒത്തിരി പേര് വെള്ളക്കാരെ കല്യാണം കഴിക്കുന്നുണ്ട്. നമ്മുടെ മലയാളികളും ഇന്ത്യക്കാരൊക്കെ ആയിട്ട് ഒത്തിരി പേരെ കല്യാണം, 16 വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാരെ. അത് ജോലി സ്ഥലത്ത് നിന്ന് കണ്ടോ, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പരിചയപ്പെട്ടോ, നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ തോന്നി, നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന പോലെ അല്ല ഫോണിൽ കൂടെ പോയി മെസ്സേജ് അയക്കുന്നതും, വളരെ മോശമായ രീതിയിൽ മെസ്സേജ് അയക്കുന്നതും, കണ്ടുമുട്ടാം, അവിടെ കാണാം, ഇവിടെ കാണാമെന്ന് മെസ്സേജ് അയക്കുന്നു. നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ നേരിട്ട് പോയി പറയല്ലേ വേണ്ടത്. ഫോണിലൂടെ മെസ്സേജ് അയച്ച് അതിന്റെ പേരിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനൊക്കെ ആണെങ്കിൽ നാട്ടിലിരുന്ന പോലെ.
നിങ്ങൾക്ക് അഥവാ വെള്ളക്കാരുടെ ആ വെളുത്ത കളറിനോട് അത്രയ്ക്കും ഫാൻസി ആണെങ്കിൽ നിങ്ങൾ പോയി കല്യാണം ആലോചിക്ക്, നല്ലൊരാളെ കണ്ടുപിടിച്ച്. അല്ലാതെ ഫോണിലൂടെ മെസ്സേജ് അയച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും പേരുദോഷം ഉണ്ടാക്കി വെക്കരുത്. ദയവ് ചെയ്ത് ആളുടെ ഇപ്പൊ 22-ാം തീയതി അറസ്റ്റ് ചെയ്ത ആളുടെ ഫോട്ടോസ് ഒക്കെ സ്ക്രീൻഷോട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഞാൻ ഒരിക്കലും പബ്ലിഷ് ചെയ്യില്ല. അവരെ ഓർത്തും അവരുടെ ഫാമിലി ഓർത്തും ഒരു നിമിഷത്തെ ഒരു ചിന്ത മോശമാണ് ഈ സംഭവിക്കുന്നത്. നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മളുടെ കുട്ടികൾ ആരും ഇങ്ങനത്തെ ഒരു ട്രാപ്പിൽ പെടരുത്. ഇനി ഇത് ഇവിടുത്തെ ഒരു വലിയ ഹണി ട്രാപ്പാണ്. നാട്ടിൽ നിന്ന് വരാനിരിക്കുന്നവർക്കും നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർക്കും വന്നിട്ട് 1 മാസമൊക്കെ ആയ ആളാണ് പെട്ടിരിക്കുന്നത്. എനിക്ക് തോന്നി അറിയത്തില്ല ഇവർക്ക് ഇങ്ങനത്തെ ഒരു ട്രാപ്പ് ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ലാതെ പോയി പെടുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിൽ പെടാതിരുന്നേനെ. അതുകൊണ്ടൊരു മുന്നറിയിപ്പായിട്ടാണ് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആരെ അപമാനിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ദയവ് ചെയ്ത് നമ്മുടെ കുട്ടികൾ ആരും പെടരുത് എന്നൊരു അഭ്യർത്ഥനയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കണം, എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. ടെക്നോളജിയിൽ ഒത്തിരി മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണിത്. ശരിക്കും നമുക്കുള്ള ട്രാപ്പുകൾ വരുന്നത് ആപ്ലിക്കേഷൻ ത്രൂ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാമിൽ കൂടിയൊക്കെയാണ് വരുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണമെന്നൊരു കാര്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇനി ആരും ഇങ്ങനെ പെട്ട ഒരു ന്യൂസ് വരാതിരിക്കട്ടെ. കഴിഞ്ഞ കൊല്ലം കോട്ടയംകാരനൊരു പയ്യൻ വന്നപ്പം ഞാൻ ചെയ്തതാണ് വീഡിയോ. ട്രാപ്പിൽ പെട്ടപ്പം ആരെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല, അയാളുടെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ദയവ് ചെയ്ത് ഇങ്ങനത്തെ ട്രാപ്പിൽ പെടരുത്. ഞാൻ ലിങ്കുകൾ താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കുകൾ നിങ്ങൾ വീഡിയോകൾ കാണുക, കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. താങ്ക് യു. വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്.